മക്കളെ അഗെയിൻ ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് എന്നത്തേക്കാളും സെറ്റാണ്, ഉഷാറാണ്. അപ്പോൾ ചില സമയത്തൊക്കെ ഈ മഞ്ഞും തണുപ്പും നമുക്ക് ഇഷ്ടമാണെങ്കിൽ പോലും ചില സമയത്ത് അയാൾ നമുക്ക് വില്ലനാവാറുണ്ട്. തൊണ്ടപരമായിട്ടും നമ്മളെ ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായി മാറാറുണ്ട്. പക്ഷെ ഇന്ന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഉണ്ടെങ്കിലും നമ്മൾ അടിപൊളിയായിട്ട് സെറ്റാക്കി എടുക്കും. നമുക്ക് അതൊന്നും ഒരു വിഷയമല്ല. നമുക്ക് വേറെ നമ്മളെ വൃത്തഭാഗങ്ങൾക്ക് തന്നെ പോവാം, അല്ലെങ്കിൽ പാർട്ട് ഓഫ് സർക്കിളിലെ അടുത്തൊരു പാർട്ടിലേക്ക് പോവാം. 193 പേജിൽ 4ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വേറെ ഒന്നുമല്ല, ചിത്രത്തിൽ നമുക്കവിടെ ചിത്രം തന്നിട്ടുണ്ട്. സമചതുരത്തിന്റെ അല്ലെങ്കിൽ സ്ക്വയറിന്റെ ഒരു സമചതുരം ഉണ്ട്. സമചതുരം എന്ന് പറഞ്ഞാൽ എന്താണ്? തുല്യവശങ്ങളും തുല്യ കോണുകളുള്ള രൂപമാണ് സമചതുരം. അതായത് ഇയാൾ 4 ആണെങ്കിൽ ഇയാളും എല്ലാവരും 4 സെന്റിമീറ്റർ ആണ്. മാത്രമല്ല ഒരു സമചതുരത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ക്വയറിന്റെ എല്ലാ കോണുകളും 90 ഡിഗ്രി ആയിരിക്കും. ഇയാളും 90 ആണ്, ഇയാളും 90 ആണ്, ഇയാളൊക്കെ 90 ഡിഗ്രി ആയിരിക്കും. ബാക്കി വായിക്കാം. 2 എതിർമൂലകൾ കേന്ദ്രമായി ഇയാൾ ഒരു മൂല എടുത്താൽ പിന്നെ അതിന്റെ എതിർമൂല എന്ന് പറഞ്ഞ ഇയാളായിരിക്കും അല്ലെ. ഇയാൾ എടുക്കുകയാണെങ്കിൽ അടുത്ത എതിർമൂല ഇയാളായിരിക്കും. ഓക്കെ. മറ്റു 2 മൂലകളിലൂടെയുള്ള ചാപങ്ങൾ വരച്ചിരിക്കുന്നു. ഇയാളും എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആകെ ഉണ്ടാവുന്നത് ഇയാളും ആയിരിക്കും. ആ 2 മൂലകളിലൂടെ കടന്നു പോകുന്ന 2 ചാപങ്ങൾ ഇയാളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 2 മൂലകളിലൂടെ കടന്നു പോകുന്ന ചാപം എന്ന് പറയുമ്പോൾ ഇയാള് അല്ലെങ്കിൽ ആർക്ക് ലെങ്ത്. ഇയാളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇയാളായിരിക്കും അതിന്റെ ചാപനീളം അല്ലെങ്കിൽ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. പച്ച നിറം കൊടുത്തിരിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് കാണുക. സെൻട്രലിൽ നമുക്ക് പച്ച നിറത്തിൽ ഒരു ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ചിത്രം കിട്ടിയാൽ നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത്. ഒന്നുമില്ല മക്കളെ, നോക്കടാ. നമുക്ക് ഇത്രയും ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, നമുക്ക് കാണേണ്ടത് ഈ ഒരു ഭാഗത്തിന്റെ ഈ ഒരു സെന്റർ പോർഷന്റെ ഏരിയ മാത്രമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഈ ഒരു വലിയ ഏരിയ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുക. എക്സ് എന്ന് എടുക്കുക. എക്സ് വേണ്ട, എക്സ് എല്ലാവർക്കും ഇപ്പൊ കാണുമ്പോൾ തന്നെ ദേഷ്യമാണ്. അപ്പം എക്സിന് പകരം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിക്കോട്ടെ. ഇത്രയും വലിയ ഏരിയ നമ്മൾ കണ്ടു, ഒരു ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് ഈ ഏരിയയും കുറച്ചാൽ ഈ ഏരിയ കിട്ടില്ലേ? കിട്ടും, വളരെ സുഖമായിട്ട് കിട്ടും. നമുക്ക് അതെങ്ങനെയാന്ന് ചെയ്യാൻ നോക്കാം. നോക്കടാ, ഇയാള് 90 ഡിഗ്രിയാണ് കിട്ടി. കാരണം എന്താ? സ്ക്വയറിന്റെ ഒരു കോണാണ്. ഇയാളും 90 ഡിഗ്രിയാണ്. അപ്പോ ഇവിടെ ഒരു സെക്ടർ ഉണ്ടോ? വൃത്താംശം അല്ലെങ്കിൽ സെക്ടർ. ഇങ്ങനെ ഒരു സെക്ടർ ഉണ്ട്, വൃത്താംശം. നമുക്കത് വൃത്താംശമാണെന്ന് മനസ്സിലായില്ലെങ്കിൽ നമ്മളൊരു ആർക്ക് ലെങ്ത് എവിടെയെങ്കിലും ഒക്കെ കാണുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു സർക്കിൾ ചെറുതായിട്ട് വരച്ചു നോക്കുക. ഇങ്ങനെ ഒരു സർക്കിൾ അവിടെ ഉണ്ടായിരിക്കും. അതേപോലെ ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോ ഇയാള് സ്ക്വയറിന്റെ സൈഡ് മാത്രല്ല, ഇയാള് ഈ ഒരു വൃത്താംശത്തിന്റെ റേഡിയസ് കൂടിയാണ്. ഈ ഒരു വൃത്താംശത്തിന്റെ റേഡിയസ് കൂടിയാണ് 4. അതോടുകൂടി ഇയാൾ എന്ന് പറയുന്നത് ഒരു സ്ക്വയറിന്റെ സൈഡ് കൂടിയാണ്. അപ്പോ നമുക്ക് കാണേണ്ടത് ഈ ഒരു സെന്ററത്തെ ഏരിയ മാത്രമാണ് അല്ലെ. ഞാന് ഇവിടെ ഒരു വികർണം അല്ലെങ്കിൽ ഡയഗണൽ വരച്ചു. ഓക്കെ, നമ്മൾ എന്താ ചെയ്തത്? ഈ ഒരു ഭാഗങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു, അല്ലെങ്കിൽ ഈ സ്ക്വയറിന് ഒരു ഡയഗണൽ വരച്ചു. ഓക്കെ. ഇയാളും അതായത് ഈ ഒരു പോർഷനും അതേപോലെ ഈ പോർഷനും ഈക്വൽ ആയിരിക്കൂലേ? കാരണം എന്താ? ഇവിടെ ഒരു വൃത്താംശം ഉണ്ട്. ഇവിടെ ഒരു വൃത്താംശം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ 2 വൃത്താംശങ്ങളുണ്ട്. ഒരു വൃത്താംശം കിടക്കുന്നത് ഈ ഒരു രീതിയിലും മറ്റൊരു വൃത്താംശം കിടക്കുന്നത് ഈ ഒരു രീതിയിലും. അയാളെ നമ്മൾ 2 ഭാഗങ്ങളാക്കി ഇങ്ങോട്ട് മുറിച്ചു കൊടുന്നു അല്ലേ? ഇവിടെ ഒരു വൃത്താംശം ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു വൃത്താംശവും ഉണ്ട്. ഓക്കെ ആണോ? അപ്പൊ ഇയാളെ 90 ഡിഗ്രിയാണ്, ഇയാളും 90 ഡിഗ്രിയാണ്. അതേപോലെ ഇയാളെ റേഡിയസ് 4 സെന്റിമീറ്റർ, അതേപോലെ ഇയാളതും 4 സെന്റിമീറ്റർ ആണ്, ഇയാളതും 4 സെന്റിമീറ്റർ ആണ്. നമ്മൾ അയാൾ കേന്ദ്രമായിട്ടാണ് ചാപനീളങ്ങൾ വരച്ചിട്ടുള്ളത് അല്ലെ. അങ്ങനെയാവുമ്പോ ഈ ഏരിയയും അതേപോലെ ഈ ഏരിയയും തുല്യമായിരിക്കും. അതേ കൂട്ടത്തിൽ ഇയാളും ഈ ഏരിയ സെൻട്രലിൽ കിടക്കുന്ന ഈ ഏരിയയും ഈക്വൽ ആയിരിക്കും. ഒരാളത് കണ്ടാൽ ഇയാളത് നമുക്ക് കിട്ടിയില്ലേ? അതിന്റെ ഇരട്ടി ആയിരിക്കും. ഓക്കെ, നമ്മൾ എന്താ ലാസ്റ്റ് ചെയ്തിട്ടുള്ളത്? നമ്മള് ഇവിടെ ഒരു വികർണം അല്ലെങ്കിൽ ഡയഗണൽ വരച്ചു അല്ലെ. ഇയാളെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റി വരയ്ക്കാൻ പോവാണ്. ആ ഒരു വൃത്താംശത്തിന് നമ്മൾ ഇങ്ങോട്ട് കൊടുന്നു. കാരണം ഇവിടെ ഡയഗണൽ പോകുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു പോർഷൻ ആണ്. നമ്മൾ പറഞ്ഞു ഇയാളും തുല്യമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇയാളത് കിട്ടിയ ഇയാളതും കിട്ടില്ലേ? അതിന്റെ ഇരട്ടിയായിരിക്കും.
നോക്കടാ, ഇയാള് 4 സെന്റിമീറ്റർ ആണ്, ഇയാളും 4 സെന്റിമീറ്റർ ആണ്. കാരണം എന്താ, വൃത്തഭാഗം അല്ലെങ്കിൽ വൃത്തഭാഗത്തിന്റെ റേഡിയസ് ആണ് ഇയാള്, വൃത്താംശത്തിന്റെ. ഇയാള് 90 ഡിഗ്രിയും ആണ്. ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു വൃത്തഭാഗം ഇത്രയും വൃത്താംശത്തുനിന്ന് അല്ലെങ്കിൽ സെക്ടറിന്റെ ഈ ഭാഗത്തുനിന്ന് ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കുറച്ചാൽ നമുക്ക് ഇയാളെ കിട്ടില്ലേ? അയാളെ കിട്ടുമ്പോ ഇയാളെ നമുക്ക് ചെയ്യല്ലേ? ഇതാ എന്താ നമ്മൾ ചെയ്യാൻ പോണത്, ഇത്രയും 90 ഡിഗ്രി ആയ ഒരു വൃത്താംശത്തിൽ നിന്നും ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കുറയ്ക്കുമ്പോൾ നമുക്ക് ഇയാളെ കിട്ടും. എന്താണ് വൃത്താംശത്തിന്റെ അല്ലെങ്കിൽ സെക്ടറിന്റെ ഏരിയ കാണാനുള്ള സമവാക്യം മക്കളെ? വേറെ ഒന്നുമല്ല, പൈ ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ ബൈ 360 ഡിഗ്രിയാണ്. അതിന്ന് നമ്മൾ ട്രയാങ്കിളിന്റെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ മൈനസ് ചെയ്യാണ്. ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് അല്ലേ? പൈ നമുക്കറിയാം, റേഡിയസും നമുക്കറിയാം, 4 സ്ക്വയർ എന്ന് വരും. തീറ്റയും നമുക്കറിയാം 90 ഡിഗ്രി ആണ് ബൈ 360 ഡിഗ്രി മൈനസ് 1/2 ഇൻറ്റു ബേസ്. അറിഞ്ഞൂടെ ബേസ്? ഇതാണ് ബേസ്, 4 ആണ്. അതേപോലെ ഹൈറ്റ് എന്ന് പറയുന്നതും 4 ആണ്. ട്രയാങ്കിൾ ആണ് ട്ടോ മക്കളെ, മാറിയത് ട്രയാങ്കിൾ ആണ്. നമ്മൾ ഇവിടെ തന്നെ കട്ട് ചെയ്യുമ്പോൾ ഈ സീറോയും നമ്മൾ കട്ട് ചെയ്തു. അതേപോലെ ഈ 4നെയും 2നെയും നമ്മൾ കട്ട് ചെയ്തു. ഇവിടെ 2 എന്ന് കിട്ടും. ഓക്കെ, ഈ 9നെയും 36നെയും നമ്മൾ കട്ട് ചെയ്തു. 4 9 36 ആണ്. അടിയിൽ 4 എന്ന് കിട്ടും. അതേ കൂട്ടത്തിൽ ഇതാ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഗുണിക്കണം 4 അല്ലേ? അതായത് ഈ സ്ക്വയറിനെയും ഈ 4നെയും നമ്മൾ കട്ട് ചെയ്തു. അവസാനം നമുക്ക് കിട്ടും 4 പൈ മൈനസ് ഇവിടെ ഒരു 8 ഉണ്ട്. ഇത് ആരാണ് മക്കളെ? ഈ 4 പൈ ബൈ 8 എന്ന് പറയുന്നത് ആരാണ്? ഇയാളാണ് 4 പൈ മൈനസ് 8 എന്ന് പറയുന്ന വ്യക്തി. ഇയാളാണ് ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു ഭാഗമാണ് 4 പൈ മൈനസ് 8 എന്ന് പറയുന്ന ഭാഗം. ഒരാളത് മതിയോ? രണ്ടാളത് വേണ്ടേ? ഇയാളും ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഇയാളെ ഇരട്ടിയായിരിക്കും ഈ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗം അല്ലേ? ഓക്കെ, അങ്ങനെയാവുമ്പോ ഇയാളെ ഇരട്ടി നമ്മൾ കണ്ടാൽ മതി. അതായത് ഇരട്ടി അല്ലെങ്കിൽ 2 മടങ്ങ് എന്ന് പറയുന്നത് 2 ഇൻറ്റു 4 പൈ മൈനസ് 8 ആയിരിക്കും അല്ലേ? 2 ഇൻറ്റു 4 പൈ എന്ന് പറയുന്നത് 8 പൈ മൈനസ് 16. ഏരിയ ആണ് നമ്മൾ കണ്ടത്. സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കൊടുക്കണം. പൈല് നമ്മൾ 3.14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. നമ്മൾ മൊത്തത്തിൽ ഇയാളെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാവുമ്പോൾ പൈ മൈനസ് 2 സെന്റിമീറ്റർ സ്ക്വയർ എന്നും വരും. പൈക്ക് നമ്മൾ 3.14 എന്ന് കൊടുത്താലും മതി. ഓക്കെ, എന്താ നമ്മൾ ചെയ്തത്? ഇയാളെ മൊത്തത്തിൽ ഒരു 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 8 പൈ ബൈ 8 എന്ന് പറയുന്നത് പൈ മാത്രമാണ്. 16 ബൈ 8 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ പൈ മൈനസ് 2 സെന്റിമീറ്റർ, അല്ലെങ്കിൽ ഇവിടെ വരെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പോർഷൻ കാണാൻ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ കാണാൻ മൊത്തം ഏരിയയിൽ നിന്നും ഈ ഒരു ഭാഗവും മൈനസ് ചെയ്താൽ മതി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുറച്ച് അധികം ചെയ്യാൻ നമുക്ക് കൂടി ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു ഡയഗണൽ വരച്ചുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതൊന്നും കൂടി കമ്പാരിറ്റീവ്ലി സുഖമാണ്. അപ്പോൾ എന്നാൽ പോലും ചിലപ്പോൾ നമുക്ക് ചില സമയത്ത് ഡയഗണൽ വരയ്ക്കാൻ നമുക്ക് അറിഞ്ഞോളണം എന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് തന്നെയാണ് മൊത്തം ഏരിയയിൽ നിന്ന് ഈ ഒരു ഏരിയയും മൈനസ് ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയ കിട്ടും. അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കടാ. ഇതൊരു സ്ക്വയർ അല്ലേ? സ്ക്വയർ ആകുമ്പോൾ ഇയാളും 4 ഇയാളും 4. ഓക്കെ, മൊത്തം ഏരിയയിൽ നിന്നും ഇതും കുറയ്ക്കണം. ആദ്യം നമ്മൾ ഇയാളെ കാണണം. ഫസ്റ്റ് ഇയാളെ കാണുമ്പോൾ ഇയാളെയും കിട്ടും. കാരണം രണ്ടും ഈക്വൽ ആണ്, പ്രശ്നമൊന്നുമില്ല. അപ്പൊ മൊത്തം ഏരിയ എന്ന് പറയുന്നത് എത്രയാ? മൊത്തം ഏരിയ എന്ന് പറയുമ്പോൾ ഇയാള് സ്ക്വയർ ആണ് അല്ലെങ്കിൽ ഇയാള് സമചതുരാണ്. സമചതുരത്തിന്റെ ഏരിയ കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. എ എന്ന് പറയുന്നത് ഒരു വശമാണ്. ഒരു വശം എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 4 സ്ക്വയർ എന്ന് വരുമ്പോ 16 ആണ്. ഓക്കെ ആണോ? 16 ആണ്. അതായത് മൊത്തം ഏരിയ 16 ആണ്.
മൊത്തം ഏരിയയിൽ നിന്നാണ് നമ്മൾ ഇയാളെയും ഇയാളെയും കുറയ്ക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അതിനു മുമ്പേ ആദ്യം നമ്മൾ ഇയാളെ കാണണ്ടേ. ഇത്രയും ഏരിയ നമ്മൾ കാണണ്ടേ. ഇത്രയും ഏരിയ കാണണം. അത്രയും ഏരിയ കാണണമെങ്കിൽ ഈ വലിയ ഏരിയയിൽ നിന്ന് ഈ ഒരു വൃത്താംശത്തിന്റെ ഏരിയ കുറയ്ക്കണം. വേണ്ടേ? ഇതാ ഒന്നുമില്ല. ഇയാളെ കാണണമെങ്കിൽ, അതായത് ഇയാളെ കാണണമെങ്കിൽ നമ്മൾ ഈ വലിയ ഏരിയന്ന് ഇയാളെ കുറയ്ക്കണം. മൊത്തം ഏരിയ നമുക്കറിയാം. കുറയ്ക്കേണ്ട വൃത്താംശം ഇതാ ഇയാളെയാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. ഇതാ ഇയാള് 90 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. ഇയാള് 4 ഇയാള് 4. ഇതാ മൊത്തത്തിൽ നിന്ന് ഈ ഒരു വൃത്താംശത്തിന്റെ ഈ ഭാഗം നമ്മൾ കുറയ്ക്കുമ്പോൾ ഇയാളെ കിട്ടും. ഇയാളെ കിട്ടിക്കഴിഞ്ഞാൽ ഇയാളെയും നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ കുറയ്ക്കുന്ന 16 മൈനസ്, നമുക്കറിയാം വൃത്താംശത്തിന്റെ ഏരിയ കാണാനുള്ള സമവാക്യം നമുക്കറിയാം. πr² ഇൻറ്റു തീറ്റ ബൈ 360 പൈ. r എന്ന് പറയുന്നത് എത്രയാ? r എന്ന് പറയുന്നത് 4. അപ്പൊ 4² ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രി ആണ്. ബൈ 360 ഡിഗ്രി എന്ന് കിട്ടും. 0യും 0യും നമ്മൾ കട്ട് ചെയ്തു. 9നെയും 36നെയും നമ്മൾ കിട്ടും. 4 എന്ന് കിട്ടും. 4 9 36 ആണ്. ഈ 4നെയും ഈ സ്ക്വയറിനെയും നമ്മൾ കട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനം 16 മൈനസ് 4 പൈ എന്ന് കിട്ടും. 16 മൈനസ് 4 പൈ എന്ന് പറയുന്നത് ആരാണ്? ഇതാ ഇയാളതാണ് 16 മൈനസ് 4 പൈ എന്ന് പറയുന്നത്. ഇയാളെ കിട്ടിക്കഴിഞ്ഞാൽ ഇയാളെയും കിട്ടൂലേ? കാരണം എന്താ? രണ്ടാളും ഈക്വൽ ആണ്. അങ്ങനെയാവുമ്പോ ഇയാളെ ഇരട്ടി ആയിരിക്കും ഇതും കൂട്ടിയാൽ, അല്ലേ? അങ്ങനെയാവുമ്പോൾ 2 ഇൻറ്റു 16 മൈനസ് 4 പൈ എന്ന് എഴുതാം. ഓക്കെ ആണോ? 2 ഇൻറ്റു 16 പറഞ്ഞത് 32 ആണ്. 32 മൈനസ് 2 ഇൻറ്റു 4 പൈ എന്ന് പറയുന്നത് 8 പൈ ആണ്. 32 മൈനസ് 8 പൈ ആരാണ്? ഇയാളെയും കൂട്ടിയാൽ 32 മൈനസ് 8 പൈ എന്ന് കിട്ടും. മൊത്തത്തിൽ നിന്നും ഇയാളെയും ഏരിയ നമ്മൾ കുറയ്ക്കാൻ പോവാണ്. മൊത്തം എന്ന് പറയുന്നത് 16 ആണ്. 16ൽ നിന്നും ഇയാളെ കൂട്ടിയതും കുറയ്ക്കാൻ പോവാണ്. അത് എന്ന് പറയുന്നത് 32 മൈനസ് 8 പൈ ആണ്. ഓക്കെ ആണോ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നോക്കുക. മൈനസ് ഉണ്ടാവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഡയറക്റ്റ് എടുത്ത് കൊണ്ടുപോകാൻ പാടില്ല. പ്ലസ് ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് എടുത്ത് കൊണ്ടുപോകാം. മൈനസ് ആകുമ്പോൾ 16 മൈനസ് ഈ മൈനസ് പറഞ്ഞ ഇയാൾക്കും ബാധകമാണ്. ഈ മൈനസ് പറഞ്ഞ ഇയാൾക്കും ബാധകമാണ്. മൈനസ് 32 എന്ന് പറയും. മൈനസ് ഇൻറ്റു മൈനസ് 8 പൈ പ്ലസ് 8 പൈ എന്ന് വരും. 16 മൈനസ് 32 എന്ന് പറയുന്നത് മൈനസ് 32 ആണ്. വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ച് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടാം. ഓക്കെ, സോറി 32 അല്ല 60 ആണ് കേട്ടോ. 60 ആണ്. പ്ലസ് 8 പൈ എന്ന് വരും. അതായത് ഇയാളൊന്ന് തിരിച്ചു നോക്കാം. 8 പൈ മൈനസ് 16 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ ആണോ? ഓക്കെ, 2 മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഡയഗണൽ വരച്ചിട്ടും ചെയ്യാം, ഈ ഒരു മെത്തേഡിലും ചെയ്യും. ഈ ഒരു മെത്തേഡ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആവാൻ സാധ്യത ഉണ്ട്.